ഗുഡ് മോർണിംഗ് ജാബിർ ഭായ്. രജനേഷ് ജോയിൻ ചെയ്തണോ? ഉണ്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ് ആൾ. ജാബിറെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ കാണുന്നില്ലേ? എന്നെയും കേൾക്കണില്ലേ? ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഡോക്ടറിനെ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ എത്ര സൈസ് നോക്കി കിട്ടുന്നുള്ളൂ. ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. The meeting in connection with the morning 7 a.m. of JC India Zone 28 is here called to order. നമ്മുടെ ട്രെയിനിങ് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള 7 a.m. മോർണിംഗ് ഡ്രൈവ് ഡെയിലി അപ്ഡേഷൻ എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ 43ാമത്തെ ദിവസമാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഔദ്യോഗികമായി വെൽക്കം പറയുന്നതിന് വേണ്ടിയിട്ട് JCI ഇന്ത്യ സോൺ 28ന്റെ സോൺ വൈസ് പ്രസിഡന്റ് റീജിയൻ സി ആയിട്ടുള്ള ജാബിർ ഇൻഡോറയെ ഹൃദ്യമായി ക്ഷണിക്കുന്നു. താങ്ക് യു ചെയർമാൻ ഫോർ ദിസ് പ്രിവിലേജ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? യെസ്. നമ്മുടെ മോർണിംഗ് ഡ്രൈവ് വളരെയധികം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് വേണ്ടി എടുത്തിട്ടുള്ള നമ്മുടെ ചെയർമാൻ ഡോക്ടർ ഇഷാം ഹൈദറിനോട് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ നമുക്ക് ഇന്നിവിടെ ട്രെയിനിങ് എടുക്കാൻ എത്തിയിട്ടുള്ളത് എന്റെ കൂടി ട്രെയിനിങ് പാർട്ണർ ആയിട്ടുള്ള രജനി മാഡാണ്. ആ ഒരു സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. എന്തായാലും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ ട്രെയിനിങ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മളെ ട്രെയിനർ, എപ്പോഴും ചിരി മുഖത്തുനിന്ന് മായാത്ത ട്രെയിനർ JFM രജനി മാഡത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള നമ്മളെ ZP ചിത്ര മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ട്രെയിനിങ് കേൾക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓവർ ടു ചെയർ. താങ്ക് യു ഫോർ നൈസ് ടോക്ക് ജാബിർ സാർ. നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രജനി മാഡമാണ്. സോൺ ട്രെയിനർ പ്രൊഫഷണൽ ആയിട്ടുള്ള നിലമ്പൂരിൽ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ജെസ്സി പോർത്തുഗൽ റോയൽസിന്റെ IPP ആയിട്ടുള്ള സോൺ ഡയറക്ടർ ലേഡി JC സോൺ 28 ആയിട്ടുള്ള രജനി മാഡമാണ്. രജനി മാഡത്തെ ഇന്നത്തെ സെഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദ്യമായി വെൽക്കം ചെയ്യുന്നു. രജനി മാഡം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു ചെയർമാൻ. വെൽക്കം. ഗുഡ് മോർണിംഗ്. ഒരു ദിനം ആരംഭിക്കുകയായി അല്ലേ? എല്ലാവർക്കും വളരെ നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഒരു സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമുക്കൊരു ഇൻട്രോ സെഷൻ ആരംഭിച്ചാലോ? ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ? അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തോ അടി കൂടാന്ന് തോന്നി. അതെ, അതല്ല, ബാക്കി എല്ലാവരും ആ ചെറിയ കുട്ടിയുടെ കൂടെ ആരും കളിക്കാൻ വരുന്നില്ല. കുട്ടിയോടുള്ള അവഗണന. എന്നാ അതിന്റെ രണ്ടാമത്തെ ഭാഗം, സോറി, നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെ, ആ വീഡിയോയിൽ നമ്മൾ രണ്ടാം ഭാഗം കൂടെ ഒന്ന് കണ്ടോക്കാം.
ഇപ്പോഴോ? ഇപ്പോഴെന്ത് തോന്നുന്നു? കുട്ടികളോട് സ്നേഹത്തോടു കൂടി പെരുമാറിക്കഴിഞ്ഞാൽ അവരിൽ നിന്നും നല്ലൊരു സ്നേഹം തിരിച്ച് നമുക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതില് നമ്മൾ ആദ്യം What you gives, it reflects. അല്ലെ, ഇതിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മളൊരു വീടിനോട്, നമ്മുടെ ഒരു വീട്ടിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ഒരു കപ്പ് വീണ് പൊട്ടിയപ്പോൾ ആ അമ്മ എങ്ങനെയാണോ റിയാക്ട് ചെയ്തത്, അതാണ് അവരുടെ 2 മക്കളിലേക്കും ചെന്ന വികാരം. അല്ലെ, അമ്മ ദേഷ്യത്തോടെ കൂടെ അടിച്ചുകൊണ്ട് ആരംഭിച്ചത്, ആ മകൻ എന്ത് ചെയ്തു? മകൻ ആ ദേഷ്യം അവന്റെ പെങ്ങളുടെ അടുത്തും തീർത്തു. പെങ്ങൾക്ക് ആ ദേഷ്യം ആരോടാണ് തീർക്കാൻ പറ്റുക? ജ്യേഷ്ഠനോടും പറ്റില്ല, അമ്മയോടും പറ്റില്ല. അതിന്റെ പകരം അതിന്റെ താഴെയുള്ള, അതായത് എപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാവക്കുട്ടിയോടും തീർത്തു. അതേസമയം ആ അമ്മ, 2ാമത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടത് എന്താണ്? ആ അമ്മ ആ കപ്പ് വീണ് താഴെ പൊട്ടിയപ്പോൾ ഒരാപ്പിള് കൊടുത്ത് ഒന്ന് സന്തോഷത്തോടു കൂടെ ചിരിയോടെ കൂടി ആ കുട്ടിയോട് പ്രതികരിച്ചപ്പോൾ ആ കുട്ടി അതിന്റെ അനുജത്തിയോടും അനുജത്തി പാവയോടും സ്നേഹത്തോടെ. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. എന്താ? നമ്മളിൽ നിന്ന്, നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഏത് വികാരമാണോ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്, ആ വികാരമായിരിക്കും നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ഓഫീസിലായാലും നമ്മുടെ എവിടെ, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലായാലും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളിലൂടെയാണ് ഏത് വികാരമാണോ പുറത്തേക്ക് പോകുന്നത്, ആ വികാരമായിരിക്കും എല്ലാവരിലേക്കും പടർന്നു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, എന്റർപ്രണേഴ്സ് ആയിരിക്കാം, ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, എല്ലാം ആയിരിക്കാം. സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമില് നമ്മളുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, ഇത്രയും പേര് നമ്മളോട് ഏത് രീതിയിലായിരിക്കും വീട്ടിൽ നിന്ന് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെയാവും ചെയ്യുക? സാധാരണ നമ്മൾ രാവിലെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഓഫീസിലേക്ക് ജോലിക്ക് ഇറങ്ങി പോകാൻ നേരം ഉള്ള ടെൻഷൻ കൊണ്ട് നമ്മൾ ഇന്ന് പുറത്തേക്ക് വരുന്ന വികാരം ദേഷ്യമായിട്ടായിരിക്കും. ആ ദേഷ്യം എന്ന വികാരം നമ്മൾ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതലും കൊടുത്തിട്ടാവാം നമ്മൾ ജോലിക്ക് ഇറങ്ങി പോവുക, അല്ലെ? അത് പൂർണ്ണമായും നമ്മളോട് കൊടുക്കുന്നില്ല, അതിൽ കുറെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടാകാം. നമ്മൾ ഇറങ്ങുന്നതിന് പുറത്ത് നമ്മൾ കൊടുത്ത ദേഷ്യം ആണ് നമ്മുടെ വീട്ടുകാർ നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇറിറ്റേഷൻ, അല്ലെങ്കിൽ ജോലിയുടെ സമ്മർദ്ദം. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ ജോലിക്ക് പോകും. ജോലിക്ക് പോകുമ്പോൾ നമ്മൾ പൂർണ്ണമായി നമ്മുടെ വീട്ടിൽ കൊടുക്കുവോ? അതിട്ടില്ലാതാണ്. വീട്ടുകാരെന്ത് ചെയ്യും? ഈ ദേഷ്യം കൊണ്ടാണ് വീട്ടിൽ ഓരോ ജോലികളും ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മക്കൾ വളരെ സ്നേഹത്തോടെ കൂടെ വീട്ടിലൊരു വിശേഷം പറയാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് അടുക്കളയിൽ ഇല്ലുമ്പം ഹസ്ബൻഡിനോടുള്ള ദേഷ്യം ഈ മക്കളോടാണ് അവിടുന്ന് തീർക്കുക. അപ്പൊ മക്കൾക്ക് സ്നേഹത്തോടെ കൂടെ നമ്മളോട് പറയാൻ വന്ന വിവരം അവിടെ കേൾക്കാത്തത് കൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യും? പുറത്തോട്ട് ഇറങ്ങിപ്പോയി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ഈ ദേഷ്യം, അതായത് നമ്മൾ സ്നേഹത്തോടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ പറ്റാത്തതിന്റെ സങ്കടം നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പ്രകടിപ്പിക്കും. ഈ സുഹൃത്തുക്കളിൽ തന്നെ ഒരുപാട് പേര് പല തരത്തിലുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഒരു കൗമാരക്കാരായ പെൺകുട്ടിയാണ് നമ്മുടെ മോളെ എന്നെങ്കിൽ അവളെ വീഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രണയം നടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ടാകാം. അവരുടെ അടുത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് കയറാൻ, ആൺകുട്ടികളാണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കൾ ഇവരെ പല രീതിയിൽ വഴിതെറ്റിക്ക് നടക്കാൻ തീരുമാനിച്ചിട്ടുള്ള സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഇവര് വീട്ടിലെ ഈ സങ്കടം പറയും. ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി? മക്കൾക്ക് അച്ഛനമ്മമാരെക്കായി കൂടുതൽ ഇഷ്ടം സുഹൃത്തുക്കളോടായി. ആ രീതിയിൽ അങ്ങനെ പോകും. വീട്ടിലെന്തായി? ഈ ഇറങ്ങിപ്പോകുന്നവരെന്തായി? ഈ ദേഷ്യവും കൊണ്ടാണ് എങ്ങോട്ട് പോണത്? ഓഫീസ് സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് നിൽക്കുമ്പം അവിടുത്തെ സബോർഡിനേറ്റ്സിനോട് അല്ലെങ്കിൽ സ്റ്റാഫുകളോട് എന്തായി? ആ ദേഷ്യം അതേപോലെയാണ് പ്രകടിപ്പിക്കുക. ആ ദേഷ്യം നമ്മൾ അവിടെയും അവർക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ അവിടെയും ജോലിക്ക് സുഖമില്ലാണ്ടായി,
കാരണം അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട അല്ലെ അവർക്ക് ഒരുപാട് നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാവാം, അവരുടെ അഭിപ്രായങ്ങൾ അവിടെ പറയാനുള്ള അവസരം കിട്ടാതെ വരികയാണ്. ആ സമയത്ത് ആ ദേഷ്യം നമ്മുടെ ഓഫീസിലും ഉണ്ടാവുകയായി. നമുക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യാൻ മാനസികമായി നമുക്കൊരു സന്തോഷം ഉണ്ടാവുമോ? നമ്മുടെ വീട്ടിലാണെങ്കിൽ ആ സന്തോഷം ഉണ്ടാവുമോ? നമ്മൾ ഇറങ്ങിപ്പോയി ഇപ്പൊ കൊടുത്തത് തന്നെയാകാം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും ഉണ്ടാവുക അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഈ ദേഷ്യം എന്ന് പറഞ്ഞ വികാരത്തിനെ നമ്മൾ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പറയാം, ആർക്കും പറയാം എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് നമ്മുടെ ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടാവുമല്ലോ, ഒന്ന് പറഞ്ഞു നോക്കൂ. മിണ്ടാതിരുന്നാ മതി. മിണ്ടാതിരുന്നാ മതി. ഒന്ന് നമ്മൾ ദേഷ്യം വരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ദേഷ്യം വരുത്തുന്ന കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക, അവിടുന്ന് മാറിപ്പോവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. എല്ലാവർക്കും ക്ഷമിച്ചു കൊടുത്താൽ മതിയല്ലോ. നമുക്ക് ദേഷ്യം വന്നാല് ആ ദേഷ്യം തീർച്ചയായിട്ടും അതിനെ എക്സ്പോസ് ചെയ്യണം. പക്ഷെ അത് കൺട്രോൾ വെച്ചാൽ നമ്മളിൽ തന്നെ അത് കൂടുതലായി വീണ്ടും വീണ്ടും അതൊരു പ്രഷറായി വന്ന് അതൊരു ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടും. അതിന് പകരം നമ്മൾക്ക് അതിനെ കുറച്ചും കൂടെ ലാഘവമാക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കതിനെ കുറച്ചും കൂടെ ഹാപ്പി ആയ രീതിയിൽ കുട്ടികൾക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് പറയേണ്ട രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ ആ കുട്ടികൾക്ക് മനസ്സിലാവുകയും അവരതിലേക്ക് മാറുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആ കൺട്രോളിങ് കപ്പാസിറ്റിയിലൂടെ നമുക്ക് അവരെ ഇത് നിങ്ങൾ ചെയ്ത തെറ്റാണ്, തെറ്റ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് വേറൊരു നീ ഇന്നത് ചെയ്താലേ നിനക്ക് ഇന്നത് കിട്ടും എന്നൊരു പുതിയൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവും കുട്ടികളിൽ. അപ്പോൾ എപ്പോഴും പേരൻസിനെ ആയിരിക്കും കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുക. കുട്ടികൾ എന്ത് ചെയ്യുന്നോ അതായിരിക്കും കുട്ടികൾ മറ്റുള്ളവരിലേക്കും. ഇപ്പൊ ഒരു മോഡൽ, ഒരു സ്റ്റാറിനെ കാണുവാണെങ്കിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അത് നോക്കിയിട്ടായിരിക്കും അവര് ഫോളോ ചെയ്യുന്നത്. ആരാണ് നമ്മുടെ ഒരു സൂപ്പർമാൻ ആയിട്ട് നമ്മൾ ആരെ കാണുന്നത്? അല്ലെ സൂപ്പർ വുമൺ എന്റെ അമ്മയാന്ന് തോന്നിയാൽ ആ സൂപ്പർ വുമൺ ആയിട്ട് പോകും. ഇതാണ് എന്റെ അഭിപ്രായം. ദേഷ്യം നമ്മൾക്ക് പിന്നെ പ്രകടിപ്പിക്കാതെ പറയാം, ഞാൻ ദേഷ്യത്തിലാണെന്ന് പറയാം. ഒന്ന്. രണ്ടാമത്, നമുക്ക് ബാത്റൂമിലെ തോട്ടല്ല ബെഡ്റൂമിലെ തോട്ടല്ല പബ്ലിക് പ്ലേസിൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മാറിപ്പോകാം. രണ്ട്. മൂന്നാമത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് നടക്കാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് മൂവ് ചെയ്തിട്ട് ബോഡിയിലെ കോർട്ടിസോളിന്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് പിന്നെ ദേഷ്യം വരുമ്പോൾ കോർട്ടിസോൾ കൂടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. വേറെ ഒന്ന്, പാട്ട് കേൾക്കാം. പിന്നെ വേറെ പറയാനുള്ളത് വെച്ചാല് ദേഷ്യപ്പെടുന്ന വ്യക്തിയോട് ഐ കോണ്ടാക്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറെ ദേഷ്യം പോയി കിട്ടും. ഓക്കെ, ദേഷ്യം എന്ന് പറഞ്ഞ വികാരം എന്തായാലും നമ്മളൊരു മനുഷ്യനാണോ, ദേഷ്യം എന്ന വികാരം എന്തായാലും നിർബന്ധമായി നമ്മളിലുള്ള ഒരു വികാരമാണ്. കാരണം അത് നമുക്ക് മാറ്റിവെക്കാനേ പറ്റില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദേഷ്യത്തിന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ പറയാറ്, ഞാനിന്ന് നല്ല ദേഷ്യത്തിലാണ്, ഓഫീസിൽ നിന്ന് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തേക്ക് എൻ്റെ അടുത്ത് ആരും വന്നിട്ട് ഒന്നും ഇറിറ്റേറ്റ് ചെയ്തതെന്ന് ഞാൻ ആദ്യമേ ചെയ്യാറുണ്ട് എല്ലാവരോടും. പക്ഷെ നമുക്ക് ദേഷ്യം എന്ന വികാരം നമ്മളിൽ കൂടുതലുള്ള ആൾക്കാരുണ്ട്, അവരത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത്. അതിനുശേഷം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷനിൽ കൂടെ നമുക്ക് വരാനിരിക്കുന്ന ദേഷ്യങ്ങളെ കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് നന്നായി പാട്ട് കേൾക്കാൻ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ അതൊക്കെ എന്താ വെച്ചാൽ ദേഷ്യം വന്നതിന് ശേഷമല്ല ചെയ്യേണ്ടുന്നത്, ദേഷ്യം കൂടുതലുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കളോട് നമുക്ക് സംസാരിക്കാം, നല്ല ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാം, യാത്ര പോകാം. ഇങ്ങനെ നമ്മളിലെ ദേഷ്യം ഉണ്ടാകുന്ന ഹോർമോൺസുകളുടെ ആ ഒരു തോത് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. പിന്നെ ഇതിലെല്ലാം കൂടുതൽ ഞാൻ ഇന്നാളൊരു ട്രെയിനിങ് ക്ലാസ്സിൽ കേട്ട ഒരു കാര്യമാണ്, നമ്മൾ ചിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക. നന്നായിട്ട് നമുക്ക് ചിരിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, ചിരിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യത്തിന്റെ തോത് വളരെയധികം കുറയ്ക്കാം. നമ്മുടെ ആ രണ്ടാമത്തെ റീലിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കപ്പ് വീണ് പൊട്ടിയപ്പോൾ ആ അമ്മ ഒരു ആപ്പിൾ കൊടുത്തിട്ടാണ് ആ കുട്ടിയെ സ്വീകരിച്ചത്.
ആ അമ്മ ചിലപ്പോൾ അമ്മയുടെ മനസ്സിൽ ദേഷ്യം വരാഞ്ഞിട്ടല്ല, അത് ദേഷ്യത്തെ വളരെയധികം കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ആപ്പിള് കൊടുത്തിട്ട് ആ അമ്മ ആ കുട്ടിയെ സ്വീകരിച്ചപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? ആ സ്നേഹം തന്നെയാണ് വിടർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു 24 മണിക്കൂറിൽ ഒരു 1-2 മണിക്കൂർ നമ്മുടെ സമയത്തിനനുസരിച്ച് മാനേജ് ചെയ്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതികളിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കണം. ഓരോരുത്തരോടും എനിക്ക് അതാണ് പറയാനുള്ളത്. അലക്സാണ്ടർ ചക്രവർത്തി മരണാസന കിടക്കയിൽ കിടന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞേ? നമ്മള് ഞാൻ മരിച്ചു കഴിയുമ്പോൾ, അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരോട് പറഞ്ഞതാണ്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ഭൃത്യൻ അവിടുത്തെ എന്റെ വൈദികര് വേണം എന്നെ ചുമക്കുവാൻ. എന്നെ അടക്കുന്ന ശവമഞ്ചലിൽ അല്ലെങ്കിൽ അടക്കുന്നിടത്ത് ധാരാളം രത്നങ്ങളും ഡയമണ്ടുകളും വിതറി വേണം എന്നെ അടക്കുവാൻ. എന്നെ കൊണ്ടുപോകുമ്പോൾ എന്റെ കൈകൾ രണ്ടും പുറത്തേക്ക് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിച്ചു, അദ്ദേഹം എന്താണ് അങ്ങ് ഇത്രയും ഒരു ആഗ്രഹം പറയണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത്രയും ഞാൻ വെട്ടിപ്പിടിച്ചിട്ടും ഇത്രയധികം ഉണ്ടാക്കിയതിനു ശേഷവും എന്റെ ജീവൻ രക്ഷിക്കാൻ എന്റെ വൈദ്യർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയും ഞാൻ സമ്പാദിച്ചു കൂടിയിട്ടും ആ സമ്പത്തിനൊന്നും എന്റെ ആയുസ്, എന്റെ ജീവനോ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ഞാൻ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്റെ കൈകൾ എന്നും ശൂന്യമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ മരിച്ചു പോകുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ആർക്കുമാവട്ടെ എന്നും നമ്മളുമായിട്ട് നമ്മളോട് സ്നേഹത്തോടെ കൂടെ ഇരിക്കുവാനുള്ള, നമ്മൾ അവരെ സ്നേഹിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ദേഷ്യം കുറയ്ക്കുക. ദേഷ്യം കുറച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വെരി നൈസ് ടോക്ക്, വെരി നൈസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു രജനി മാഡം ഫോർ യുവർ നൈസ് ടോക്ക്. വളരെ നല്ല രാവിലെ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് ആ കൃത്യമായിട്ട് ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നുകൊണ്ട് ഇന്നത്തെ ദിവസം രാവിലെ എല്ലാവർക്കും ഒരു അപ്ഡേഷൻ, എല്ലാവർക്കും ഒരു പുതിയ സന്ദേശം എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഉള്ള സന്ദേശം ഒന്ന് മൂർച്ച കൂട്ടുക എന്നുള്ള അർത്ഥത്തിൽ രജനി മാഡം നല്ല സന്ദേശമാണ് തന്നത്. താങ്ക്സ് അലോട്ട്. ഓപ്പൺ ഫോറം ആണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്പൺ ഫോർ ഫീഡ്ബാക്സ് പറയാനുള്ള സമയമാണ്. ഗുഡ് മോർണിംഗ്, ഞാൻ മിലിന്ദ്. പറയൂ. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഞാൻ രാവിലെ മോർണിംഗ് വാക്കിലായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു പരിപാടിയാണിത്. അപ്പൊ തീർച്ചയായിട്ടും രജനിയാണ് എന്ന് പറഞ്ഞപ്പോ എന്ത് തന്നെയായാലും കാരണം എന്ന് വിചാരിച്ചതാണ്. കാരണം ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആയിരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ സഹായിച്ച ആളാണ് രജനി. എനിവേ രജനി, വളരെ നല്ല സെഷൻ ആയിരുന്നു. അപ്പൊ ഇതിലേക്ക് എനിക്കൊരു കാര്യം ഒന്ന് ആഡ് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ്. അപ്പോ നമ്മുടെ കൊലീഗായിട്ടുള്ള ഒരു അധ്യാപകനെ കുറിച്ചിട്ട് കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. സാറ് ഇൻസൈഡ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ അന്നത്തെ ദിവസം സാറിന്റെ സ്വഭാവം വളരെ നല്ലതായിരിക്കും. സാർ ഇൻസൈഡ് ചെയ്യാതെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അന്ന് സാറിന്റെ സ്വഭാവം വളരെ മോശമായിരിക്കും. അതായത് ഒരു ടൂറിന് പോയപ്പോഴാണ് കുട്ടികൾ ഷെയർ ചെയ്തിട്ടുള്ളത് സാറിനോട്. അപ്പൊ അതെന്താ സാറേ, ആ ദിവസങ്ങളിൽ സാറ് രാവിലെ ഭാര്യയായിട്ട് വഴക്കിട്ടിട്ടാണോ ഇറങ്ങി വരാറുള്ളത് എന്നാ ചോദിച്ചത്. അപ്പൊ നമ്മുടെ അപ്പിയറൻസിൽ നിന്ന് പോലും പലർക്കും അത് മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ മൂഡ്. എനിവേ, എന്ത് തന്നെയായിരുന്നാലും നല്ലൊരു സെഷൻ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ലിതേട്ടാ. ഓക്കെ. എനിബഡി എൽസ്? ഗുഡ് മോർണിംഗ് ടു ആൾ. ശ്രീജിത്ത് അവനൂരാണ്. രജനി മാഡം ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്നത്തെ സെഷൻ നന്നായി കേട്ടു. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ആ ദേഷ്യത്തെ ഞാൻ സ്വയം നിയന്ത്രിച്ചു എന്നുള്ളതാണ് അടുത്ത യാഥാർത്ഥ്യം. എങ്ങനെയല്ല ദേഷ്യം നിയന്ത്രിക്കുക എന്നുള്ളത്. എനിവേ, നല്ല സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു ആൾ. ഓക്കെ. താങ്ക് യു ശ്രീജിത്ത് ബൈ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഫാസിൽ ബ്രോ പറയൂ. തിരുരങ്ങാടി.
രജനി മാഡം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള സെഷനുകൾ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസരങ്ങളായിട്ട് കാണുന്നു. താങ്ക് യു രജനി മാഡം, താങ്ക് യു. എനിബഡി എൽസ് ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഫീഡ്ബാക്ക് ഉണ്ടോ? മേഡം, ഞാൻ ഷിഹാബ്, കൊപ്പം പ്രസിഡന്റ്. ഓക്കെ. റേഞ്ച് വളരെ കുറവുള്ള സ്ഥലത്താണ്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ കേൾക്കാൻ പറ്റിയില്ല. എന്തായാലും കേട്ട ഭാഗങ്ങൾ വളരെ, നമുക്ക് എപ്പോഴും നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്ന പോയിന്റുകൾ, പ്രത്യേകിച്ച് ആ കുട്ടികളൊക്കെ വഴിതെറ്റി പോകാൻ അത് കാരണമാവും എന്നുള്ള ഒരു പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, വളരെ ഈ ഒരു എന്താ പറയാ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അത് വളരെ സത്യ ഒരു റിയാലിറ്റിയാണ്. അതിലൂടെയാണ് മറ്റുള്ള പല ആളുകളും മറ്റുള്ളവരുടെ മനസ്സിൽ കയറിക്കൂടുന്നത്. നമ്മുടെ സ്ഥാനം മറ്റുള്ളവർ കൈയടക്കുകയാണ്. അങ്ങനെയാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്. ആ ഒരു പോയിന്റ് വല്ലാത്തൊരു എന്താ പറയാ ഓർമ്മപ്പെടുത്തലായിട്ട് തോന്നി. എനിവേ, അടിപൊളിയായിട്ട്. എനിക്ക് ഞാൻ കേണൽ രാധാമണി. എനിക്ക് ആഡ് ചെയ്യാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് കുട്ടികളെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തില് നമ്മളുടെ മനസ്സിനെ അല്പം കാമായിട്ട് ഇതെന്താണ്, ഇത് തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അവർക്ക് എക്സ്പ്രസ് ചെയ്ത് അവരെ ആ ഒരു കാമാക്കി ഇരുത്തി പറഞ്ഞു കൊടുക്കണം. അവരെപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്ന പേരൻസിനെ ആവും. അപ്പൊ ആ പേരൻസ് ഇന്ന് കണ്ട ആ പിക്ചറിൽ കണ്ടതുപോലെ ആ മൂത്ത കുട്ടിയെ അടിച്ചത് കൊണ്ട് അത് വന്നു, പക്ഷെ നമ്മൾ അത് തന്നെ മറ്റേ കുട്ടി ഫോളോ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ അവിടെ പഠിപ്പിക്കാൻ പറ്റുന്ന ഏക കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെയാണ് കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. നമ്മളൊരു മോഡലിംഗ് ആണ്, നമ്മളെയാണ് അവർ ഫോളോ ചെയ്യുക. അപ്പൊ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നും കൂടെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യണം, നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇത് തെറ്റാണ്, ഇത് ശരിയാണ് എന്ന് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ആ ഗൈഡൻസിലൂടെ അവർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പോകും. അതുപോലെ അവർക്ക് മനസ്സിലാവണം, ഞാൻ പറയുന്നത് ശരിയാണോ, തിങ്ക് ബിഫോർ യു സ്പീക്ക്. അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സെയിം വേ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ കൂടെ കൊണ്ടുപോകാം, മെഡിറ്റേഷനിൽ നമ്മളോടൊപ്പം ഇരുത്താം. അപ്പൊ അവർക്ക് ചെറുപ്പകാലം മുതലേ തന്നെ അവരിൽ ഒരു ഫീലിങ്സ്, അവർക്കൊരു റിലാക്സേഷൻ ടെക്നിക്ക് അവരിലേക്ക് കിട്ടുകയാണ്. അപ്പൊ അവരെ ഒരു രീതിയിൽ പോകും. സെയിം വേ അവർക്ക് കുറച്ച് ഹ്യൂമർ ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് അല്ലെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അവരെ ചിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ കുറെ ടിപ്സ് ഒക്കെ കൊടുക്കുക. അപ്പൊ അവരും റിലാക്സേഷൻ ഒരു ഇതിൽ വന്നിട്ട് പഠിക്കാനോ എടുക്കാനും നമ്മളോടൊപ്പം ഒരു കമ്പനി തരാൻ ഒരു രീതിയിലെത്തും. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഒരു ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാൽ വെളിയിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി സോഷ്യലി പോകും. ദാറ്റ്സ് വാട്ട് ഐ ഫെൽ ടു ടെൽ യു. ജസ്റ്റ് ആഡ് അപ്പോൺ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെ ഫീഡ്ബാക്സ് തീർന്നെന്ന് തോന്നുന്നു. നമുക്ക് പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് ഫോർമാലിറ്റീസിലേക്ക് കടക്കാം. താങ്ക്സ് രജനി മാഡം. ഇന്ന് ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി കൊപ്പം പ്രസിഡന്റ് ഷിയാബ് സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റേഞ്ച് വളരെ കുറവുള്ള സ്ഥലമാണ്. എങ്ങനെ നിങ്ങൾക്ക് കേൾക്കാന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഈ പ്രോഗ്രാം അവസാന സെഷനിൽ എത്തിയിരിക്കുന്നു. നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ രജനി മാഡം പെട്ടെന്ന് നിർത്തി എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ക്ലാസ് നന്നായി വരുമ്പോഴാണ് ക്ലാസ് അവസാനിച്ചത്. എനിവേ, എന്താണെങ്കിലും ഈ പ്രോഗ്രാം ഇന്ന് ചെയർ ചെയ്ത നമ്മുടെ ചെയർമാന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ട്രെയിനിങ് സെഷൻ വളരെ മനോഹരമാക്കി എടുത്ത് നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ച രജനി മാഡത്തിനും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ZVP ജാബിർ ഇൻഡോറക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റ് ഈ പ്രോഗ്രാം വിവിധ ദിക്കുകളിൽ നിന്ന് വീക്ഷിച്ച എല്ലാവർക്കും ഹൃദ്യംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷിയാബ് സാർ ഫോർ യുവർ നൈസ് ടോക്ക്. അങ്ങനെ നമുക്ക് ഒഫീഷ്യലായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. The meeting in connection with the 7 a.m. morning drive of JCI India Zone 28 is hereby adjourned. Thank you all. I'm sorry, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമോ? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഐ എം സോറി, ഐ എം കേണൽ രാധാമണി. ഇത് ആക്ച്വലി എവിടെയാണ് ഇത് നിങ്ങളുടെ ഇതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈം ഐ എം ജസ്റ്റ് ജോയിൻഡ്.
JCIയുടെ സോൺ 28 ആണ്. സോൺ 28 എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗവുമാണ് വരുന്നത്. Okay, so nice. It's so beautifully you started. So nice to hear. Thank you so much. Have a nice day. ഓക്കെ, വെൽക്കം. എനിക്ക് സത്യം പറഞ്ഞാലേ ആദ്യമായിട്ടല്ലേ ഓൺലൈനിൽ ആദ്യമായിട്ടാ കയറുന്നത്. വീഡിയോ വരുവോ, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വീഡിയോ കയറുവോ എന്നൊക്കെ ഒരു അവസാനത്തെ 10 മിനിറ്റ് നേരം ആയപ്പോഴത്തേക്കേ, കാരണം ഇതെങ്ങനെ ചെയ്യാന്ന് പോലും അറിയില്ലല്ലോ. സുഭാഷേട്ടനാണ് താങ്ക്സ്. സുഭാഷേട്ടനാണ് ഇന്നലെ രാത്രി 12 മണി വരെ ഇരുന്ന് ഞങ്ങൾ പഠിച്ചതാണ് ഇതെങ്ങനെ ചെയ്യണേന്നൊക്കെ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് ടൈം 20 മിനിറ്റ് കൊണ്ട് തീർന്നു പോയി. ടെൻഷൻ അറിയില്ല, എന്നാലും നന്നായിരുന്നു തോന്നുന്നു. തോന്നല്ല, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. രജനി നന്നായിരുന്നു, വളരെ സൂപ്പർ ആയിരുന്നു. കാരണം എന്താ വെച്ചാ പിന്നെ അതില് പിന്നെ നമ്മള് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള സെഷൻ തന്നെയാണല്ലോ. കാരണം ഈ അവസരം തന്നതുകൊണ്ട് മാത്രം